എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ അവിടെയുള്ള സിസ്റ്റേഴ്സും പിള്ളേരും ഒക്കെ കൂടെ ഞങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കുന്ന അടുത്തുള്ളൊരു ചർച്ചിൽ ഒരു ധ്യാനം കൂടാൻ പോയി. അപ്പോൾ അവിടെ അന്ന് ധ്യാനിപ്പിക്കുന്ന ഒരു ബ്രദറാണ്. അപ്പോൾ പുള്ളിയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഒരു 50-52 വയസ്സുള്ള ഒരു ബ്രദറാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഞങ്ങളെ ധ്യാനിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്യൂ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഊഴമെത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു തെങ്ങിൻ്റെ ചുവടും ഒരു ചവിട്ടും കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഞാനത് ഓർത്തെടുത്തപ്പം സംഭവം സത്യമാണ്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു പ്രാവശ്യം ഞാനൊക്കെ കോൺവെൻറ്റിൽ നിന്നായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ഞാൻ 2-ലെങ്ങാണ്ട് പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ വീട്ടിൽ 2 മാസത്തെ അവധിക്ക് വന്നിരിക്കുകയാണ്. അപ്പം മമ്മിയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോനുണ്ട്. അപ്പം അവൻ 2 വയസ്സുള്ള ഒരു 2-2.5 വയസ്സുണ്ടായിരുന്ന ഒരു കുഞ്ഞു മോനാണ്. അപ്പം അവിടെ ഈ വേനലവധി സമയത്താണ് ഇവിടെ ചൂട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. ചൂട്ടും വിറകും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. കാരണം മഴക്കാലം വരുന്നതിന് മുന്നേ അടുപ്പ് കത്തിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് ചൂട്ട് റെഡിയാക്കി വെക്കും. അങ്ങനെ ചൂട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ ഓലയിൽ നിന്ന് ചെത്തി എടുത്തിട്ടുള്ള ഓല മടലിൽ നിന്ന് കിട്ടണ ആ സംഭവം അതിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോനും കൂടെ ഇതിൻ്റെ പൊക്കത്ത് കയറുന്നത് ഞങ്ങൾ കളിക്കുവാണ്, ഇങ്ങനെ തുള്ളി കളിക്കുവാണ്. അപ്പോൾ തുള്ളി കളിക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീണു. ഞാനും വീണു, അവനും വീണു. പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ 2 കാലിൽ നിന്നു. ഇവൻ മുഖമടിച്ച് വീണെന്ന് പറഞ്ഞാൽ നെറ്റിയൊക്കെ പൊട്ടി, നെറ്റിയിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒച്ച കേട്ട് എല്ലാവരും കൂടെ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചോര വരുന്ന കണ്ട് പേടിച്ചിട്ട്, ഞങ്ങൾ കളിക്കുന്ന ഒരു തെങ്ങുണ്ട്, ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ഒരു തെങ്ങുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ചാഞ്ഞല്ല, ഇങ്ങനെ ഒരു വക വളഞ്ഞു നിൽക്കുന്ന തെങ്ങ്. അപ്പോൾ ആ തെങ്ങിലാണ് ഞങ്ങളിങ്ങനെ കയറി കളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ തെങ്ങിൽ ഇങ്ങനെ ചാരി പേടിച്ച് നിൽക്കുവാണ്. കാരണം ചോര വന്നല്ലോ കൊച്ചിന്. അപ്പോൾ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അന്നേരം ഉണ്ട് ഇവരെ വേഗം വന്ന് കൊച്ചിനെ എടുത്ത് ആകെ ഇനി എന്തെങ്കിലും പറ്റിപ്പോയോ എന്നൊക്കെ പറഞ്ഞാൽ ഇവനാണെങ്കിൽ വലിയ വയൽ കരച്ചിടും. എന്നിട്ട് പിന്നെ അപ്പോൾ ഉണ്ട് എൻ്റെ മമ്മിക്ക് അങ്ങ് ദേഷ്യം വന്നു. മമ്മി നോക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ തെങ്ങേ ചാരി നിൽക്കുന്നുണ്ട്. അപ്പോൾ മമ്മി എന്ത് ചെയ്തു, ഓടി വന്നിട്ട് എനിക്കിട്ട് ഒറ്റ ചവിട്ട് തന്നു. എൻ്റെ അടിവേറിനിട്ട് നോക്കി ഒരു ചവിട്ട് തന്നിട്ട് ഇവരെല്ലാവരും കൂടി കൊച്ചിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് വേദന എടുത്തു. അപ്പോൾ വേദന എടുത്തെന്ന് പറഞ്ഞാൽ 2-3 ആഴ്ചയൊക്കെ ആ വേദന നിന്നു എന്നുള്ളതാണ്. കാരണം എനിക്ക് യൂറിൻ പാസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഫുൾ ടൈം എനിക്ക് ഇരിക്കാനൊന്നും പറ്റണില്ല. ഞാൻ ഇരിക്കും എഴുന്നേൽക്കും അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ കണ്ടിന്യൂ യൂറിൻ പാസ് ചെയ്യാൻ എനിക്ക് പറ്റണില്ല. അങ്ങനെ തന്നെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. കാരണം നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ കോൺവെൻറ്റിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ആരുമായിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. നമുക്ക് കോൺവെൻറ്റുകളിലും അറിയാം അങ്ങനെ ഒത്തിരി നമ്മളെ ഇങ്ങനെ ലാളിച്ച് കൊഞ്ചിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരോട് നമ്മൾക്ക് വലിയ അടുപ്പമില്ല. വീട്ടിലാണെങ്കിലും വലിയ അടുപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ആരോടും നമ്മൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സംഭവമാണ് ഈ പുള്ളി എന്നോട് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ആ സംഭവം ശരിയാണല്ലോ. അപ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല, ഞാൻ ഓർക്കൊന്നും കൂടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ചവിട്ട് കിട്ടിയത് എനിക്കാണ്, അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് അവിടെ കൊണ്ടങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടില്ല. ഈ ബ്രദർ എന്ന് പറയുന്ന ആൾ, അതായത് ഈ ധ്യാനിപ്പിച്ചിരിക്കുന്ന ആൾ, എല്ലാവരുടെയും ഇതുപോലെ ഒത്തിരി പേരോട് അവരുടെ ഇങ്ങനെ ജീവിതത്തിൽ പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഈ പുള്ളി പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്ക് ഞങ്ങളുടെ, അതായത് ഹോസ്റ്റലിൽ താമസിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, അത് പെൺകുട്ടിയല്ല, അന്ന് പുള്ളിക്കാരത്തി ഇച്ചിരി നല്ല പ്രായമുള്ളൊരു 10-30 വയസ്സുള്ള ഒരു പുള്ളിക്കാരത്തിയായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ചർച്ചിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പുള്ളിക്കാരത്തിനെ എന്നും വിളിക്കും ഇയാൾ. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്തിനാണ് നിന്നെ എന്നും വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഈ പുള്ളിക്കാരത്തിനെ ഇങ്ങനെ ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാ ദിവസവും വിളിക്കും. നമ്മളാരും അതിനകത്ത് മോശമായിട്ടൊന്നും കണ്ടില്ല. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഈ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പം ഇതെന്ന് വെച്ചാൽ ഈ നമ്മുടെ നല്ല സമയങ്ങളിലൊന്നും വലിയ കൂട്ടുകാരൊന്നും ഉണ്ടാകത്തില്ല. അവരുടെ നല്ല സമയങ്ങളിൽ അവസാനം എല്ലാം 8-ന് പണി കിട്ടിക്കഴിയുമ്പോൾ ഈ സങ്കടം പറയാൻ എല്ലാ ടീമുകളും എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ അയാളുമായിട്ട്, അതായത് ഈ ധ്യാനിപ്പിക്കുന്ന ഈ ബ്രദറുമായിട്ട് ഇവൾക്ക് വേറെ അവിഹിത ബന്ധമായിരുന്നു, ഇയാൾ ഇവളെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. ഒരു ആങ്ങള മാത്രമേ ഉള്ളൂ. ആങ്ങളുടെ കല്യാണം കഴിഞ്ഞു പോയി. അപ്പോൾ ഇവർക്ക് 2 പേർക്കും, അതായത് ആങ്ങളയ്ക്കും ഈ പെങ്ങൾക്കും കൂടെ ഒത്തിരി ലക്ഷങ്ങൾ പൈസയൊക്കെ ഇവരുടെ അക്കൗണ്ടിലുണ്ട്. കാരണം അപ്പനും അമ്മയും മരിക്കുന്നതിന് മുന്നേ അങ്ങനെ ചെയ്തു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവളുടെ കയ്യിലുള്ള സകലമാന പൈസകളും ഈ പുള്ളി അടിച്ചു മാറ്റി. ഈ ധ്യാനിപ്പിക്കുന്ന ബ്രദർ അടിച്ചു മാറ്റി. എന്നിട്ട് ഇവളെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ അവസാനം അവളുടെ അക്കൗണ്ടിൽ 75,000 രൂപ ബാക്കി.
ബാക്കിയായി. അപ്പോഴാണ് ഈ പുള്ളി അവിടെയുള്ള പള്ളിയിലുള്ള അച്ഛൻ്റെ അടുത്തൊക്കെ, ഞങ്ങൾ ആ കോൺവെൻറ്റിൽ നിന്നത്, ആ ഹോസ്റ്റലിൽ നിന്നത് കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ചർച്ച ഞങ്ങളുടെ ഇടവക ചർച്ചൊന്നും അല്ലായിരുന്നു. അപ്പം അവിടെ പോയിക്കൊണ്ടിരുന്ന അവിടെയുള്ള അച്ഛൻ്റെ അടുത്ത് ഇയാൾ ചെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ്, ഈ ഹിന്ദു ആയിട്ടുള്ള സ്ത്രീ, അവൾ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, എൻ്റെ ശുശ്രൂഷ ജീവിതം തകർത്ത് കളഞ്ഞു, പിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇയാൾക്ക് കല്യാണം കഴിച്ചു, കൊച്ചുമക്കളൊക്കെ ഉള്ള ആളാണ്, അപ്പോൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളി അച്ഛൻ്റെ അടുത്ത് നിന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ പെണ്ണിൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് ചോദിച്ചു. വീട്ടുകാരെന്ന് വെച്ചാൽ ആങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആങ്ങളേനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പം ആങ്ങളയ്ക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടി. ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുവാണ്, അപ്പം അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ ആങ്ങളെ പറഞ്ഞ് കൈ ഒഴിഞ്ഞെന്നല്ല, ആ മനുഷ്യന് അത്രേ അറിയത്തുള്ളൂ. കാരണം അവർ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ പുള്ളിക്കാരത്ത് ഇയാളോടുള്ള സ്നേഹം കൊണ്ട് ഇയാളുടെ പുറകെ കൂടിയതാണ്. ഇയാളുടെ പുറകെ അല്ല, ഇയാൾ ഈ പെണ്ണിൻ്റെ പൈസയ്ക്ക് വേണ്ടി വശത്താക്കിയതാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഈ പെണ്ണിൻ്റെ പൈസ മുഴുവൻ മേടിച്ചെടുക്കുകയും ചെയ്തു. അവസാനം 75,000 രൂപയായി ഈ പെണ്ണിൻ്റെ അക്കൗണ്ടിൽ ലാസ്റ്റ് ബാലൻസ്. അന്നേരമാണ് ഈ പുള്ളിക്കാരത്തെ കഥകളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പം അവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇയാൾ അങ്ങ് കൈ ഒഴുകുകയാണ്. ഞാൻ അങ്ങനെയൊന്നും പോയതല്ല, ഞാൻ ഇവളെ നല്ല രീതിയിൽ ഉപദേശിക്കാൻ പോയത്, അപ്പോൾ ഇവളെ എന്നെ അങ്ങ് വശീകരിച്ചെടുത്തു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എൻ്റെ സംശയം ഇതൊന്നും ആയിരുന്നില്ല. ഇത്രയും ഇയാൾ ഈ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ പഴയ സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിലും ഇയാൾ ഇതൊക്കെ പറയുമ്പോഴും ഈ ബന്ധം തുടരുന്നുണ്ട്. അപ്പം എൻ്റെ സംശയം ഇയാൾക്ക് എങ്ങനെയാണ് ഇത് വെളിപ്പെട്ട് കിട്ടിയതെന്നാണ്. കാരണം ഇയാളൊരു അശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇയാൾക്ക് ഈ പ്രവചനം, അതായത് മറ്റൊരാളുടെ ജീവിതത്തിലെ കറക്റ്റ് സംഭവങ്ങൾ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ പറഞ്ഞത് ഞാനേ മറന്നുപോയത്, കാരണം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാനേ മറന്നുപോയ ചരിത്രങ്ങൾ, അതുപോലെ ഓരോരുത്തരോടും പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ചെറുപ്പത്തിലത്തൊക്കെ കാര്യങ്ങളാണ് പറയണം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇയാൾക്ക് മനസ്സിലായി എന്നുള്ളത് ഇന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. പിന്നെ അവസാനം ആ പെണ്ണിനെ ഞങ്ങൾ ഉപദേശിച്ച് അതിനെ വിട്ടു. കാരണം ഞാൻ ജ്ഞാനായ കത്തോലിക്സിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ആരെയും എടുക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ മതം മാറ്റുന്ന പരിപാടിയില്ല, ഇങ്ങോട്ട് മതം മാറ്റി വരലുമില്ല. അങ്ങോട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ആ വഴി അങ്ങ് വിടത്തേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പെണ്ണിനോട് ഒരൊറ്റ ഉപദേശം കൊടുത്തു, നീ ജനിച്ച് വളർന്ന നിൻ്റെ മതത്തിൽ പോയി നിൽക്കുക, നിൻ്റെ ആങ്ങളയുടെ കൂട്ടത്തിൽ ആ പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് അവർ പറയുന്നതിനനുസരിച്ച് പോയി ജീവിക്കാൻ പറഞ്ഞു. ഇനിയുള്ള 75,000 രൂപയെങ്കിലും പോകാതെ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിനെ അങ്ങനെ ഞങ്ങൾ ഉപദേശിച്ച് വിട്ടു. അത് കഴിഞ്ഞ് അവളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ അവളുടെ നമ്പറൊക്കെ സ്വിച്ച്ഡ് ഓഫ് ആണ്. എനിക്ക് തോന്നുന്നു വീട്ടുകാർ നമ്പറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരുന്നതെന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അതായിരിക്കും ബൈബിളിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പിശാചും വെളിച്ച ദൂതൻ്റെ വേഷം കിട്ടുമെന്ന്. ആ വകുപ്പായിരിക്കും ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഈ ഒരു കൊച്ചു സംഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ആത്മീയ മേഖലയിൽ നിന്ന് ഭയങ്കര ശുശ്രൂഷ കാണിക്കുന്ന എല്ലാവരും ഒന്നും ദൈവത്തിൻ്റെ ആത്മാവിലായിരിക്കുകയല്ല സംസാരിക്കുന്നത്, നല്ല ആത്മാവിലായിരിക്കുകയല്ല സംസാരിക്കുന്നത്. ഇവരൊക്കെ ഇങ്ങനെ കുറേ, കാരണം പിശാചും അത്ഭുതങ്ങൾ കാണിക്കുമല്ലോ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായത്. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.